യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്കായി നടത്തിയ മനുഷ്യക്കടത്തിൽ യുദ്ധമുഖത്ത് കുടുങ്ങി മലയാളികൾ. തിരുവനന്തപുരം അഞ്ചുതെങ്ങ് സ്വദേശികളായ 3 പേരാണ് റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ടത്. സെക്യൂരിറ്റി ജോലി വാഗ്ദാനം ചെയ്താണ് കബളിപ്പിച്ചത് എന്ന് തട്ടിപ്പിനിരയായ പ്രിൻസ് സെബാസ്റ്റ്യൻ 24-നോട് പറഞ്ഞു. യുദ്ധത്തിനിടെ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലാണ് പ്രിൻസ് സെബാസ്റ്റ്യൻ. ആ 22 ദിവസത്തെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ യുദ്ധത്തിനോട്ട് പറഞ്ഞു വിട്ടു. അപ്പോൾ യുദ്ധത്തിനോട്ട് പോയി എനിക്കിങ്ങനെ 3 ടാങ്കിലോട്ടാണ് പോയത്. അപ്പോൾ എനിക്ക് പരിക്കേറ്റ് ഒരു ദിവസം അവിടെ കിടന്ന് പട്ടിണിയായിട്ട് അവിടെ കിടന്ന് ഓൾറെഡി പട്ടിണി തന്നെ, അവിടെ ഫുള്ളായിട്ട് പട്ടിണി തന്നെ, ആഹാരം ഇല്ല അവിടെ. ഒരു 1-2 ദിവസം ഞാൻ ഉറപ്പായിട്ട് ഇപ്പോൾ കൊണ്ടുപോകുന്ന പറയണം അവരെ. എത്രയും പെട്ടെന്ന് അവരെ ഒന്ന് രക്ഷ കൊള്ളാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ പാസ്പോർട്ട് ഇല്ല. ഞാൻ എംബസിയിൽ ഡയറക്റ്റ് വിളിച്ചപ്പോൾ മെനഞ്ഞാന്ന് വിളിച്ചായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ എംബസി സഹായിക്കത്തില്ല, അങ്ങനെയാണ് പറഞ്ഞത്. പ്രിൻസ് സെബാസ്റ്റ്യനൊപ്പം തട്ടിപ്പിനിരയായ ടിനുവും വിനീതും ഇപ്പോഴും യുദ്ധമുഖത്താണ്. തുമ്പ സ്വദേശി പ്രിയൻ വഴിയാണ് വിദേശത്തേക്ക് പോയത് എന്ന് പ്രിൻസ് സെബാസ്റ്റ്യന്റെ കുടുംബം ആരോപിച്ചു. ആശുപത്രിയിൽ വന്നു തീർന്നതിന് ശേഷം മകൻ വേറൊരാളും ഒരു മൊബൈൽ സഹായിച്ച് അനിയൻ്റെ അടുത്ത് നമ്പർ അറിയാണ്ട് വിളിച്ചു പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റിച്ചതാണ്, ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾ സൈനിട്ട് 1 വർഷത്തെ കരാർ ചെയ്താണ് വാങ്ങിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് എടുക്കാനാണ് സാധ്യത. ഞങ്ങൾ ഇനി 13 ദിവസത്തെ ലീവേ ഉള്ളൂ. അത് കഴിഞ്ഞ് അവർ വീണ്ടും ഈ യുദ്ധത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. ഞങ്ങൾ കടങ്ങളും പലിശക്കൊക്കെ എടുത്താണ് കടത്തിറക്കൊണ്ട് സാധിക്കില്ല. എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ മക്കൾ നാട്ടിൽ ഈ നാട്ടിൽ വന്നിരുന്നാൽ ഈ പ്രിയനെന്ന് പറഞ്ഞ വ്യക്തിനെ വർണ്ണകാലം അറസ്റ്റ് ചെയ്താൽ ജയിലിൽ കിടക്കുകയാണ് ചേട്ടൻ. ഞങ്ങളുടെ മക്കളെ വഞ്ചിച്ചെടുത്തോണ്ട് പോയതാണ് ഈ ജോലിക്കുന്നത്. ഞങ്ങൾക്കറിയില്ല മക്കളുടെ അവസ്ഥയാണ്, എൻ്റെ മക്കളുടെ ജീവിതമാണ് ഞങ്ങളുടെ ജീവിതം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ കാണിക്കുന്ന മൊത്തവും ഞങ്ങൾക്ക് പ്രവൃത്തിയിൽ കാണിച്ചു തന്നേ പറ്റൂ. ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് ദാനമായി ഭിക്ഷ കേൾക്കുന്നതാണ്. കാരണം എൻ്റെ മക്കളെ നിങ്ങൾ എല്ലാവരും കൂടെ വിചാരിച്ച് എൻ്റെ മക്കളെ ഞങ്ങളെ നാട്ടിൽ കൊണ്ട് എത്തിച്ച് തന്നാൽ മാത്രം മതി. ഞങ്ങൾക്ക് സ്വത്തോ സമ്പത്തോ കടബാധ്യത ഞങ്ങൾക്ക് വ്യാധനം, ഞങ്ങൾ ഭിക്ഷ എടുത്തെങ്കിലും കടന്നിറക്കുക. എൻ്റെ മക്കളെ 3 കൊണ്ട് തന്നാൽ മതി. ഞങ്ങൾ ഇതിലെവിടെയെങ്കിലും വീണു പോയാൽ ഞങ്ങളുടെ മക്കൾ ആരാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ലേ. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, എങ്ങനെയാണ് ഇവർ ഈ തട്ടിപ്പിന് ഇരയായത് എന്നാണ് അറിയാൻ കഴിയുന്നത്? കുടുംബം പറയുന്നത് എന്താണ്? വേണു, ഏറെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് തിരുവനന്തപുരം അഞ്ചുതെങ്ങിൽ നിന്ന് പുറത്തു വരുന്നത്. ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് വിദേശത്ത് റഷ്യയിൽ ജോലി വാഗ്ദാനം ചെയ്ത അഞ്ചുതെങ്ങിൽ നിന്ന് 3 യുവാക്കളെ കൊണ്ടുപോയത്. അവിടെ സെക്യൂരിറ്റി ജോലിയായിരുന്നു ഇവർക്ക് വാഗ്ദാനം ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അഞ്ചുതെങ്ങ് സ്വദേശിയായ പ്രിൻസ് സെബാസ്റ്റ്യൻ, ടിനു, ഒപ്പം വിനീത്, ഈ 3 പേരും റഷ്യയിലേക്ക് പോകുന്നത്. തുമ്പ സ്വദേശിയായ പ്രിയൻ മുഖേനയാണ് റഷ്യയിലെത്തിയത്. ഈ റഷ്യയിലെത്തി അവിടെ വെച്ച് മലയാളിയായ ഒരു അലക്സിനെ കാണുകയും അലക്സ് ആണ് ഇവരെ 3 പേരെയും കൂട്ടിക്കൊണ്ടു പോയത്. പിന്നാലെ ഒരു കരാറിൽ 3 പേരെയും കൊണ്ട് ഒപ്പുവയ്പ്പിച്ചു. അത് റഷ്യൻ ഭാഷയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് എന്താണ് എന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഇവർ തന്നെ പറയുന്ന കാര്യം. അതിനുശേഷം ക്യാമ്പിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അവിടെ വെച്ച് ഇവർക്ക് ആയുധ പരിശീലനം നൽകി. 22 ദിവസത്തെ ആയുധ പരിശീലനത്തിന് ശേഷം യുദ്ധത്തിന് അയച്ചു എന്നതാണ് പ്രിൻസ് സെബാസ്റ്റ്യൻ 24-നോട് പറഞ്ഞത്. ഈ യുദ്ധഭൂമിയിൽ വെച്ചാണ് അഞ്ചുതെങ്ങ് സ്വദേശിയായ പ്രിൻസ് സെബാസ്റ്റ്യന് ഗുരുതരമായി പരിക്കേൽക്കുന്നത്. ഗ്രനേഡ് പൊട്ടിത്തെറിച്ച കാലിന് ഗുരുതരമായി പരിക്കേറ്റു. ഒരു വെടിയുണ്ട തലയ്ക്ക് പതിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഗുരുതരമായി പരിക്കേറ്റ പ്രിൻസ് സെബാസ്റ്റ്യനെ പിന്നീട് ഏറെ ദിവസങ്ങൾക്ക് ശേഷമാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. അവിടെ വെച്ച് ഒരു ഫോൺ കയ്യിൽ കിട്ടുകയും അങ്ങനെയാണ് വീട്ടുകാരോട് ഈ വിവരം പ്രിൻസ് പറയുന്നത്. അങ്ങനെയാണ് നാട്ടിലടക്കം ഇവർ യുദ്ധഭൂമിയിൽ കുടുങ്ങിക്കിടന്നതും ഒപ്പം അവർ കബളിപ്പിക്കപ്പെട്ട കാര്യവും കുടുംബമടക്കം അറിയുന്നത്. ഈ 3 പേരുടെയും മോചനത്തിനായി ഇപ്പോൾ സർക്കാരിൻ്റെ അടക്കം സഹായം തേടുകയാണ് ഇവരുടെ കുടുംബം. ഇവരെ സെക്യൂരിറ്റി ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു പ്രധാനമായും കബളിപ്പിച്ചത്. നേരത്തെ ഈ റഷ്യയിൽ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് CBI അടക്കം തിരുവനന്തപുരത്ത് പരിശോധന നടത്തിയിരുന്നു. 2 ട്രാവൽ ഏജൻസികളിലടക്കം നേരിട്ട് വന്ന് പരിശോധന നടത്തിയതാണ്. പക്ഷേ അന്ന് കാര്യമായ തെളിവുകളൊന്നും CBIക്ക് ലഭിച്ചിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് അഞ്ചുതെങ്ങ് സ്വദേശിയായ 3 പേരും ഇപ്പോൾ റഷ്യയിൽ കുടുങ്ങിക്കിടക്കുന്ന കാര്യം മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. നിലവിൽ
ഈ പ്രിൻസ് മാത്രമാണ് കുടുംബവുമായി ആശയവിനിമയം നടത്തുന്നത്. ടിനുവും വിനീതുമായി ബന്ധപ്പെട്ട് അവർ എവിടെയാണെന്ന കാര്യത്തിൽ കൃത്യമായ ഒരു വിവരം നിലവിൽ കുടുംബത്തിനുമില്ല. ജനുവരി 29-നാണ് അവസാനമായി മറ്റ് രണ്ടുപേരും കുടുംബാംഗങ്ങളോട് സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഒരു സർക്കാർ ഇടപെടൽ ഈ വിഷയത്തിൽ വേണമെന്നതാണ് പ്രധാനമായും കുടുംബമടക്കം പറയുന്നത്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ അടക്കം അല്പസമയത്തിനകം ഈ കുടുംബം ഈ വീട് സന്ദർശിക്കുന്നുണ്ട്. കൃത്യമായൊരു നടപടി ഇക്കാര്യത്തിൽ വേണമെന്നതാണ് പ്രധാനമായും ഇവർ പറയുന്ന കാര്യം. കൂടുതൽ ആളുകൾ ഇതിൽ അകപ്പെട്ടിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണ്. നിലവിൽ 3 മലയാളികളാണ് റഷ്യൻ യുദ്ധമുഖത്ത് കുടുങ്ങിക്കിടക്കുന്നത്. ഇവരെ തിരികെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായി വേണമെന്നതാണ് കുടുംബം ഇപ്പോഴും ആവശ്യപ്പെടുന്ന കാര്യം. പക്ഷേ ഇക്കാര്യം നേരത്തെ പല ആളുകളെയും അറിയിച്ചിട്ടും വേണ്ട ഒരു നടപടി ആരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു ആരോപണം കൂടി കുടുംബം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും വളരെ ദാരുണമായൊരു സംഭവമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഇവർക്ക് ആഹാരമോ മറ്റു കുടിവെള്ളമോ ഒന്നും തന്നെ ഇവിടെ നിന്ന് ലഭിക്കുന്നില്ല എന്നതാണ് ഈ പരിക്കേറ്റ പ്രിൻസ് സെബാസ്റ്റ്യൻ അടക്കം അല്പസമയം മുമ്പ് 24-നോട് പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം തിരികെ നാട്ടിലെത്തിക്കണമെന്ന ഒരു ആവശ്യം കൂടിയാണ് ഈ യുദ്ധഭൂമിയിൽ നിന്ന് അവരടക്കം പങ്കുവയ്ക്കുന്നത്. ഒപ്പം മറ്റ് രണ്ടുപേരെയും കണ്ടെത്തി അവരെയും നാട്ടിൽ തിരികെ കൊണ്ടുവരേണ്ടതുണ്ട്. എന്തായാലും ഈ കുടുംബം ഇപ്പോൾ ഈ സർക്കാരിന് മുന്നിൽ ഈ ആവശ്യങ്ങളാണ് വച്ചിരിക്കുന്നത്. എത്രയും വേഗം ഈ ഒരു ആവശ്യം സർക്കാർ പരിഗണിക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് നിലവിൽ 3 യുവാക്കളുടെയും കുടുംബം ഉള്ളത്. ഒപ്പം ഇവരെ കബളിപ്പിച്ച് ഈ വിദേശത്തേക്ക് കൊണ്ടുപോയ പ്രിയൻ നിലവിൽ ഒളിവിലാണ്. ഇദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്ത് കൃത്യമായൊരു നടപടി സ്വീകരിക്കണമെന്നൊരു ആവശ്യം കൂടി കുടുംബം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വേണു, പ്രതീക്ഷ, ഈ കുടുംബം ആരെയൊക്കെ ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ അറിയിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിട്ടും ഇടപെടാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ്? വേണു, ഇത് പ്രധാനമായും ഈ ജനുവരി അവസാനത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു അപകടം ഇവർക്കുണ്ടായ കാര്യം കുടുംബമടക്കം അറിയുന്നത്. ആ സമയം തൊട്ട് ജനപ്രതിനിധികളെയും ഒപ്പം മറ്റ് അധികാരികളെയും അറിയിച്ചു എന്നതാണ് കുടുംബമടക്കം പ്രതികരിക്കുന്നത്. പക്ഷേ യാതൊരു തരത്തിലുള്ളൊരു നടപടിയും ഒരു കോണിൽ നിന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് കുടുംബം പറയുന്നത്. കാരണം നേരത്തെ തന്നെ ഈ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട വലിയ വാർത്തകൾ വന്നിരുന്നതാണ്. അന്വേഷണമടക്കം തിരുവനന്തപുരം മേഖല കേന്ദ്രീകരിച്ച് നടന്നതുമാണ്. പക്ഷേ അതിനുശേഷവും ഇത്തരത്തിൽ ഒരു കാര്യമുണ്ടായിട്ട് അല്ലെങ്കിൽ 3 പേർ ദുരന്ത ഭൂമിയിൽ അകപ്പെട്ടിട്ടും അത് കണ്ടെത്താനോ അല്ലെങ്കിൽ അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കാനോ കഴിഞ്ഞില്ല. അതൊരു വീഴ്ചയാണ് എന്നതാണ് കുടുംബമടക്കം പറയുന്നത്. ഈ തിരുവനന്തപുരത്തെ തീരദേശ മേഖലയിൽ നിന്ന് നിരവധി യുവാക്കൾ ഇത്തരത്തിൽ കബളിപ്പിക്കപ്പെട്ട യുദ്ധഭൂമിയിൽ എത്തിയെന്നുള്ള വിവരമടക്കം അല്ലെങ്കിൽ അത്തരത്തിലൊരു സൂചന അന്വേഷണ സംഘത്തിന് CBI അടക്കമുള്ള അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു തിരുവനന്തപുരത്ത് അന്ന് പരിശോധന നടത്തിയത്. പക്ഷേ അന്ന് പരിശോധന നടത്തിയ ഏജൻസികളിൽ നിന്ന് വേണ്ടത്ര വിവരങ്ങളൊന്നും തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നില്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പക്ഷേ ഈ യുദ്ധഭൂമിയിൽ പരിക്കേറ്റ് ആ മേഖലയിൽ നിന്ന് കുറച്ച് ദൂരം അപ്പുറത്തേക്കാണ് ഒരു ആശുപത്രിയിലേക്ക് നിലവിൽ പരിക്കേറ്റ പ്രിൻസ് സെബാസ്റ്റ്യനെ മാറ്റിയത്. പ്രിൻസ് സെബാസ്റ്റ്യന് കുടുംബവുമായി ആശയവിനിമയം നടത്താനുള്ള ഒരു സാഹചര്യം ലഭിച്ചതോടുകൂടിയാണ് ഈ നടക്കുന്ന ഞെട്ടിക്കുന്ന ഈ വിവരങ്ങൾ എന്തായാലും പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവരുടെ മോചനം ആവശ്യപ്പെട്ടാണ് ഈ കുടുംബം പ്രധാനമായും സർക്കാരിനെ അടക്കം സമീപിച്ചിട്ടുള്ളത്. വേണു, MG പ്രതീക്ഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.